അങ്ങനെ യൂട്യൂബേഴ്സിന്റെ എല്ലാ റൂമറുകളും പിന്തള്ളിക്കൊണ്ട് ട്രയംഫ് തങ്ങളുടെ സ്പീഡിന്റെ T1 എന്ന് പറഞ്ഞ ഏറ്റവും ചീപ്പസ്റ്റ് വേരിയന്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ട്രയംഫ് സ്പീഡ് നൽകിയിരിക്കുന്നത് സെയിം എഞ്ചിൻ തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. ട്യൂണിംഗിൽ വ്യത്യാസമുണ്ട്. 39 PS പവറിൽ നിന്ന് 31 PS ആയിട്ട് കുറച്ചിട്ടുണ്ട് പവർ. അതും 7000 RPM. ടോർക്ക് 37 Nm നിന്ന് 36 Nm ആയിട്ട് കുറച്ചിട്ടുണ്ട് അറ്റ് 5000 RPM. USB ഫോർക്ക് ഒഴിവാക്കിയിട്ട് T4 ടെലിസ്കോപ്പിക് ഫോർക്കാണ് നൽകിയിരിക്കുന്നത്. ചെയിൻ സ്പ്രോക്കറ്റിന്റെ ടീത്തുകളുടെ എണ്ണത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ സീറ്റിന്റെ കുഷനിങ്ങിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഒഴിവാക്കിയിട്ട് പിന്നെ MRFന്റെ സാപ്ലിൻ ടയറുകളാണ് നൽകിയിരിക്കുന്നത്. 2,17,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് നൽകിയിരിക്കുന്നത്. ഇനി സ്പീഡ് 400 പഠിച്ചു നോക്കുമ്പോൾ ടയർ മാറിയിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ക്ലച്ച് ആൻഡ് ബ്രേക്ക്. സ്പീഡിന്റെ സീറ്റും റീഡിസൈൻ ചെയ്യുന്ന 4 പുതിയ കളർ ഓപ്ഷനിലാണ് മോട്ടോർ സൈക്കിൾ വരുന്നത്. 2,40,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് കമ്പനി നൽകിയിരിക്കുന്നത്. രണ്ട് മോഡലിലെയും പ്രൈസിംഗിലും ഞാൻ അത്ര തൃപ്തനല്ല. ഈ T4 വേരിയന്റ് ഒന്നുകൂടി ഒന്ന് പ്രൈസ് കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സ്പീഡിന്റെയും പ്രൈസിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതിന്റെ പിന്നിലെ മാസ്റ്റർ ബെയിനും ഇതിന്റെ സൂത്രധാരൻ ബജാജ് തന്നെയാണ്. ഒരു പക്ഷേ ട്രയംഫിന്റെ R&D അത് ചിന്തിച്ചെങ്കിൽ ഒരു 250 cc സ്പീഡ് നമുക്ക് ലഭിച്ചേനെ. ബജാജിന്റെ ചിന്തയിലൂടെയാണ് ഇങ്ങനെയുള്ള കാര്യം നടന്നിരിക്കുന്നത്.